പിന്നിലുണ്ട്. തൻ വഴികൾ സമ്പൂർണ്ണമല്ലോ, ദോഷമായൊന്നും താരം ചെയ്യയില്ലല്ലോ. ആകി വേണ്ട ആശ്രയമേകാം, കൺകരങ്ങൾ പിന്നിലുണ്ട്. തൻ വഴികൾ സമ്പൂർണ്ണമല്ലോ, ദോഷമായൊന്നും താരം ചെയ്യുകയില്ലല്ലോ. ഈ വാക്യം തുടങ്ങിയപ്പോ ഇങ്ങനെയാണ് തുടങ്ങിയത്. 8ാമത്തെ വാക്യം ഇങ്ങനെയാണ് തുടങ്ങിയത്: നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ആദ്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? നിർമ്മതരായിരിപ്പിൻ. ആ വാക്കിന്റെ അർത്ഥം എത്ര പേർക്ക് അറിയാം? നിർമ്മതരായിരിപ്പിൻ. ആ വാക്കിന്റെ അർത്ഥമാണ് മതം ഇല്ലാത്തവരായിരിപ്പിൻ. നിർമതം, മതം ഇല്ലാത്തവർ. മതം എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? എന്താണ്? അഹങ്കാരം, അല്ലെ? ആ വാക്യത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്. ആ വാക്ക് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു വലിയൊരു വാക്ക് പോലെ തന്നെ, പക്ഷെ അതിന്റെ സിമ്പിൾ അർത്ഥം ഇത്രയേ ഉള്ളൂ: നിർമ്മതരായിരിക്കും എന്ന് പറഞ്ഞാൽ മതം ഇല്ലാത്തവരായി എന്ന് വെച്ചാൽ അഹങ്കാരം ഇല്ലാത്തവരായിട്ട് എന്ത് ചെയ്യണം? ഇരിക്കണം. എന്നിട്ട് അടുത്ത് പറയാണ് നിർമ്മതരായിരിപ്പിൻ, അടുത്ത ഉണർന്നിരിപ്പിൻ, ജാഗ്രതയോടെ ഇരിക്കണം. നമ്മുടെ അടുത്ത് പത്രോസ് പറയുന്ന കാര്യമാണ്, അല്ലെ? എങ്ങനെ ഇരിക്കണം? നമ്മൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ എങ്ങനെയാണ്? നമ്മൾ മതം അളവരുത്. മതം അളകുന്നൊരു ജീവിയുണ്ട്. ആരാണ്? ആന. ആനയ്ക്ക് മതം അളകിയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിനെ പിടിച്ചു കെട്ടാൻ ഭയങ്കര പാടാണ്. മനുഷ്യന് മതം അളകിയാൽ നമുക്ക് മതം അളകിയിട്ടുണ്ടോ? ഉണ്ട്. നമുക്കും പലപ്പോഴും മതം അളവും, അല്ലേ? പക്ഷെ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? പിടിച്ച്. അപ്പം പത്രോസ് പറയാണ്, നിങ്ങൾ നിർമ്മതരായിരിക്കണം. നിങ്ങളുടെ മതം, നിങ്ങൾ അഹങ്കാരം നിങ്ങൾ എന്ത് ചെയ്യരുത്? കാണിക്കരുത്. പിന്നെ നിങ്ങൾ ഉണർന്നിരിക്കണം. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ജാഗ്രതയോടിരിക്കണം. കാരണം അടുത്ത എന്താണ്? നിങ്ങളുടെ പ്രതിയോഗി, നിങ്ങൾക്കൊരു ശത്രുവുണ്ട്. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇങ്ങനെ നോക്കി നടക്കുകയാണ്. മനസ്സിലാവുന്നോ? നമുക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലേ? ശത്രുവിന് ദൈവത്തെ കാണാൻ പറ്റുമോ? പറ്റുന്നില്ല. ശത്രുവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? രണ്ടുപേരും ഉണ്ട്, ദൈവവും ഉണ്ട്, ശത്രുവും ഉണ്ട്, അല്ലേ? അപ്പം ഇവിടെ വചനം പറയാണ്, നിങ്ങൾ മതം അളകരുത്, അഹങ്കാരം കാണിക്കരുത്, വളരെ ജാഗ്രതയോടെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ ഇരിക്കണം. കാരണം പിശാച് ഇങ്ങനെ നോക്കി നടക്കണം. നമ്മുടെ അടുത്ത് ഓരോരുത്തടുത്തും നോക്കി ചുറ്റി തിരിഞ്ഞ് നടക്കണം. ആരെ പോലെ? അലറുന്ന സിംഹത്തെ പോലെ. ആരെ വിഴുങ്ങണം, ആരെ പിടിക്കണം എന്നറിഞ്ഞ് അവൻ എങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണെന്ന്. എന്നിട്ട് അടുത്ത പറയാണ്, 5ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കാം: അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ഇവിടെ ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുക എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ അടുത്ത വാക്യത്തിൽ പറഞ്ഞ എല്ലാവരും തമ്മിൽ എന്ത് ചെയ്യണം? എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളണം. ഇവിടെ ഈ പറഞ്ഞു വരുന്ന ഭാഗം ഇങ്ങനെയാണ്: നമ്മളിൽ എന്തുണ്ടാവും? പലപ്പോഴും അഹങ്കാരം വരും. ആരെയാണ് പിശാച് പിടിക്കുന്നത്? താഴ്മയില്ലാത്ത അഹങ്കാരികളായ നമ്മൾ പലപ്പോഴും ഉള്ള നമ്മുടെ ഈ സ്വഭാവം എപ്പോ നമ്മളിൽ ഉരുവാകും. ഇതൊക്കെ എവിടെയാണ് ഉരുവാകുന്നത്? നമ്മുടെ ഹൃദയത്തില്. വേറെ ആരും കാണുന്നില്ല. പക്ഷെ കാണുന്ന ആരുണ്ട്? ദൈവമുണ്ട്, പിശാചുണ്ട്. അവൻ നോക്കി ആരിലിത് ഉരുവാകുന്നോ അത് ആർക്ക് അവന് നന്നായിട്ട് ഇതറിയാം. അവൻ എന്ത് ചെയ്യും? അവനെ പിടിക്കും. എന്നിട്ട് പറയാണ്, ഇളയവരെ മൂപ്പന്മാർക്ക് നിങ്ങൾ കീഴടങ്ങണം. ഇത് നമ്മളെ ഉയർച്ച പ്രാപിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗമാണ് എന്ത്? താഴ്മ. നിങ്ങളിൽ ഒന്നാമനാവാൻ ആഗ്രഹിക്കുന്നവൻ എന്ത് ചെയ്യണം? ശുശ്രൂഷകനാണ്. എനിക്ക് വലിയവനാകണം നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പലരുടെയും ഏറ്റവും ആരും വെറുക്കുന്നതായ ജോലി നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ ചെന്ന് ചിലപ്പോൾ വലിയ ആൾക്കാരുടെ ഇടയിൽ പക്ഷെ അതിനിടയിൽ ചെന്നൊരു കുഷ്ഠരോഗിയുടെ കുഷ്ഠരോഗത്തിൽ അയാളുടെ കാല് കഴിയാൽ അവനാണ് ആര്? ഏറ്റവും വലിയ. ഇവിടെ പറയാണ്, ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങി, എല്ലാവരും തമ്മിൽ കീഴടങ്ങിയിരിക്കണം. അപ്പം മക്കൾക്ക് കീഴടങ്ങണം, മക്കള് അപ്പന് കീഴടങ്ങണം എന്നല്ല പറഞ്ഞത്. എന്ത് ചെയ്യണം? അന്യോന്യം എന്ത് ചെയ്യണം? കീഴ്പ്പെട്ടിരിക്കണം. അന്യോന്യം നമ്മൾ കീഴടങ്ങിയിരിക്കണം. ഓരോരുത്തർക്ക് കീഴടങ്ങിയിരിക്കണം. തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിക്കണം. താഴ്മ നമ്മുടെ ഉള്ളില്. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ എന്ത് വരുന്നില്ല? ഇപ്പൊ
ഒരാള് ശ്യാമളാന്റി എന്റെ നേരെ എന്തെങ്കിലും പറഞ്ഞു, എനിക്ക് ആദ്യം വരുന്നത് എന്താണ്? എന്ത് വരും? എന്നെ അങ്ങനെ പറയാൻ ശ്യാമളാന്റി ഞാൻ ആരുമല്ല അല്ലേ? നമുക്ക് പലപ്പോഴും തോന്നുമല്ലേ? തോന്നോ? എന്നെ അങ്ങനെ പറഞ്ഞു തോന്നാറുണ്ടാ? ഇല്ലേ? എനിക്ക് മാത്രമേ തോന്നാറുള്ളൂ. നമുക്ക് തോന്നും. പക്ഷെ നിങ്ങൾ ഓർത്തോണം, നമ്മൾ അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഓരോ ഭാവം നമ്മുടെ ഉള്ളിൽ വരുന്നതോറും നമ്മൾ ആർക്കാണ് ഇടം കൊടുക്കുന്നത്? പിശാചിന് ഇടം കൊടുക്കുന്നത്. മറ്റാർക്കും ഒരു ദോഷവും ഇല്ല. ആര് പിശാചിന് ഇടം കൊടുത്തോ ആ മനുഷ്യന്റെ സ്വസ്ഥത പോകും, ആ മനുഷ്യന്റെ സമാധാനം പോകും, ആ മനുഷ്യൻ ആരെ പോലായി മാറും? പിശാചിന്റെ പ്രവൃത്തികൾ അവരിൽ നിന്ന് വെളിപ്പെടാൻ തുടങ്ങും. മനസ്സിലാകുന്ന? പക്ഷെ നിങ്ങൾ താഴ്ന്നു നോക്കിക്കുക. നമ്മൾ ക്രിസ്തു അടുത്ത വാക്യം വായിച്ച്, ദൈവ നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. അതായത് അഹങ്കാരഭാവം ആരുടെ ഉള്ളിലുണ്ട് അവരുടെ പക്കൽ ആരില്ല? ദൈവമില്ല. എത്ര പേർക്ക് ദൈവത്തിന്റെ കൃപ പ്രാപിച്ചിട്ടുണ്ട്? ദൈവത്തിന്റെ കൃപ എനിക്ക് ദൈവത്തിന്റെ കൃപ ഉണ്ട് എന്ന് പറയുന്ന ആരുണ്ട്? ഉണ്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് കേൾക്കണം. ഉണ്ട്. അടുത്ത വാക്യം, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. ആർക്കാണ് കൃപ നൽകുന്നത്? എന്റെ ഉള്ളിൽ അഹങ്കാരം മാറാതെ, എന്റെ ഉള്ളിലെ നിഗളം മാറാതെ, എന്റെ ഉള്ളിലെ ഉന്നത ഭാവം മാറാതെ ദൈവത്തിൽ നിന്ന് ഒരു കൃപയും നമുക്ക് പ്രാപിക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ കിട്ടുന്നത് അത് കൃപയല്ല. അത് സാധാരണ മനുഷ്യർക്ക് കിട്ടുന്നത് ദൈവത്തിന്റെ കൃപ എനിക്ക് പ്രാപിക്കണമെങ്കിൽ അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. എന്ത്? ഞാൻ താഴുക. മറ്റുള്ളവർ എന്നെ തള്ളിക്കളയുമ്പോൾ ഞാൻ അവരോട് വഴക്ക് പറഞ്ഞാക്കാതെ, അവരോട് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ ഇല്ല. ദൈവം അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ വരത്തില്ല. നമുക്കിതൊന്നും നമുക്ക് പറ്റുന്നില്ല. ദൈവത്തിന്റെ കൃപ പ്രാപിക്കാനുള്ള ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്ത്? സ്വയം നമ്മളെ തന്നെ താഴ്ത്തുക. താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. ദൈവത്തിന് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, നമ്മൾ എന്ത് ചെയ്യണം? ഉയർത്തണം. നമ്മുടെ അവസ്ഥകളെ എന്ത് ചെയ്യണം? മാറ്റണം. ഈ ഒരു ആഗ്രഹമേ ദൈവത്തിന് നമ്മുടെ മേലെ ഉള്ളൂ. പക്ഷെ പറ്റാത്ത എന്താണ്? നമുക്ക് താഴാൻ വയ്യാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റില്ല, ദൈവത്തിന് ഉയർത്താൻ പറ്റാത്തത്. ദൈവം താഴ്ത്തുന്നവരെ, സ്വയം താഴ്ത്തുന്നവരെ ഉയർത്തുമോ? ഉയർത്തും. ദൈവത്തിന്റെ പക്കൽ എന്തില്ല? മുഖപക്ഷമില്ല. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, കഴിഞ്ഞ പ്രാവശ്യം മനു ഈ വാക്യം പറഞ്ഞായിരുന്നു, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം എടുത്ത് ആ വാക്യം വായിച്ച ഫിലിപ്പിയർ 2-ാം അധ്യായം അവിടെ അതിന്റെ 2-ാം അധ്യായം 3 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ എഴുതി, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തരും മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളട്ടെ. പലപ്പോഴും ശാഠ്യവും ദുരഭിമാനവുമാണ് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്നറിയാമോ? താഴ്മ വരുത്താതെ. അല്ലേ? എന്റെ പിള്ളേരൊന്ന് കാണിച്ചാൽ ഞാൻ വിചാരിക്കും ഞാൻ എന്തിനു താഴണം, ഞാൻ അമ്മയാണ്. അല്ലെ? നമ്മുടെ മക്കൾ നമ്മുടെ അടുത്ത് വഴക്കുണ്ടാക്കി മാറിയെന്നാ നമ്മൾ ചെന്ന് മിണ്ടുവോ? മിണ്ടണം. നമ്മളേന്ന് മിണ്ടണം. ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് ഞാൻ വഴക്കുണ്ടാക്കും, ഞാൻ ചെന്ന് മിണ്ടും. പക്ഷെ പിന്നെ മിണ്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ പോകത്തില്ല. ഞാൻ ചെന്ന് മിണ്ടണം. മറ്റുള്ളവർ നമ്മുടെ അടുത്ത് വഴക്കുണ്ടാക്കിയാൽ നമ്മൾ മിണ്ടണം. അവര് മിണ്ടാനായിട്ട് അവര് വന്ന് മിണ്ടാൻ നമ്മൾ എന്ത് ചെയ്ത് കാത്തിരിക്കില്ല. കർത്താവ് നോക്കുന്നത് എന്തെന്നറിയാമോ? ആര് ചെന്ന് ആദ്യം മിണ്ടും, ആര് ചെന്ന് ആദ്യം നിരപ്പ് പ്രാപിക്കും. ആ യാഗത്തിലാണ് ദൈവം എന്ത് ചെയ്യുന്ന, നിനക്ക് മറ്റൊരുവനോട് വല്ലതും ഉണ്ടെങ്കിൽ ആരാധനയ്ക്ക് ഇവിടെ കയറി വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അവരെടുത്ത് നിരപ്പ് പ്രാപിച്ചല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ആ ആരാധനയ്ക്ക് ഇരിക്കരുത്. അതിൽ ദൈവം പ്രസാദിക്കുന്നില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ക്രിസ്മസിന് നമ്മളൊരു സ്കിറ്റ് കണ്ടല്ലേ? സ്കിറ്റ് കണ്ട് കൈയിന്റെ ഹാബേലിന്റെ ഒരു സ്കിറ്റ് നമ്മൾ കണ്ട്. എന്തുകൊണ്ട് ദൈവം ഹാബേലിൽ പ്രസാദിച്ചു? കൈയിന്റെ ഉള്ളിൽ മുഴുവൻ എന്തായിരുന്നു? വിദ്വേഷം, പക, അവന് താഴ്മയില്ലായ്മ. നമുക്ക് പലപ്പോഴും നമ്മുടെ സഹോദരങ്ങളെ ഉയർത്തുമ്പോൾ നമുക്ക് എന്തില്ല? താഴ്മയില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഇന്ന് ബേബി ആന്റിയെ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നെന്ന് വെച്ചോ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അടുത്ത് എന്ത് തോന്നും? അസൂയ തോന്നും.
അസൂയ തോന്നും. എവിടെ തോന്നുന്നു? അത് മറ്റാരുടെയും കുഴപ്പമല്ല, എന്റെ കുഴപ്പമോ ബേബി ആന്റിയുടെ കുഴപ്പമോ അല്ല. ആരുടെ കുഴപ്പം? നിങ്ങളുടെ കുഴപ്പം. നിങ്ങൾ തിരിച്ചറിയണം, എന്റെ ജീവിതത്തിൽ അസൂയ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് മാത്രം. അതല്ലാതെ അതിന് നിങ്ങൾ വെച്ചുകൊണ്ട് എത്ര നാൾ നടന്നാലും നിങ്ങൾക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനെ നേരെയാക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ദേഷ്യപ്പെടാം, എനിക്കൊരു കുഴപ്പമില്ല, കാരണം ഞാനത് അറിയില്ല. ഞാൻ സ്നേഹിക്കുന്ന ബേബി ആന്റിയുടെ അടുത്ത് നിങ്ങൾക്ക് ദേഷ്യം വരാം. ആർക്കും ഒരു ബേബി ആന്റിക്ക് ഒരു കുഴപ്പമില്ല, കാരണം ബേബി ആന്റി അത് അറിയുന്നില്ല, കാരണം ഒന്നും അറിയുന്നില്ല. കുഴപ്പം ആർക്കാ? അപ്പൊ ചോദിക്കും, അസൂയപ്പെട്ട ശ്യാമളാൻ്റെ ഇരുന്ന്, ശ്യാമളെ നീ എവിടെ? നീ നന്മ ചെയ്യുന്നെങ്കിൽ എനിക്ക് നിന്നോട് പ്രസാദം ഉണ്ടാകത്തില്ലയോ? അല്ലേ? കൈയിനോട് ചോദിച്ചതുപോലെ, നീ നന്മ ചെയ്യുന്നെങ്കിൽ, നിന്റെ മനസ്സ് നല്ലതാണെങ്കിൽ എനിക്ക് നിന്റെ അടുത്ത് പ്രസാദം. നിന്റെ മനസ്സിൽ എന്തുണ്ട്? കയ്പുണ്ട്, ശാഠ്യമുണ്ട്, മത്സരമുണ്ട്, നിന്റെ ഉള്ളിൽ എന്തുണ്ട്? വിദ്വേഷമുണ്ട്, കയ്പുണ്ട്, താഴ്മയില്ല. മറ്റൊരാൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ സന്തോഷം വരണം. പെട്ടെന്ന് വരൂല. ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു കുശുമ്പ് വരും. നിങ്ങൾ ഉടൻ അതിനെ തിരിച്ചറിഞ്ഞാൽ ഉടൻ മാറ്റാൻ പഠിക്കണം. കർത്താവേ, ഇതാണ് ഞാനപ്പാ, എൻ്റെ ഉള്ളിൽ ഇത് അസൂയ ഉണ്ടപ്പാ. ഞാൻ പറഞ്ഞ ഇത് നിങ്ങളുടെ അനുഭവം മാത്രമല്ല, എൻ്റെ അനുഭവമാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ബർത്ത്ഡേ വന്ന സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ഏറ്റവും കൂടുതൽ ദൈവം പഠിപ്പിച്ച വർഷം ഇതാണെന്ന് ഞാൻ പറഞ്ഞു. എന്തെന്നറിയാമോ? ഞാൻ ആരെന്ന് ഞാൻ വിചാരിച്ചിരുന്ന പല ഭാഗങ്ങളിലും, സ്മിത നീ ഇങ്ങനെയൊക്കെ ആണെന്ന് ദൈവം എന്നെ കാണിച്ചു തന്നൊരു വർഷമായിരുന്നു. അത് ഞാൻ അതാണ് നമ്മളെ തകർത്ത് കളയും. അന്ന് ആ തകർച്ച മറ്റൊന്നിനുമല്ല, നമ്മുടെ ഉയർത്താനായിട്ടാണ്. ദൈവം നമ്മളെ ഉയർത്തും. നമ്മളെ തിരിച്ചറിയണം, നമ്മുടെ ഉള്ളിലുള്ള ശാഠ്യത്തെ. ഈ ശാഠ്യം നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ, ഇത് ആഭിചാരം. നിങ്ങൾക്ക് മറ്റാരും ആഭിചാരം ചെയ്യട്ടെ, നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ആഭിചാരം. ബൈബിളിൽ പറയുന്ന ശാഠ്യം ആഭിചാര ദോഷം പോലെ. നമ്മൾ വിചാരിക്കും മറ്റുള്ളവരുടെ ആഭിചാരം, മറ്റുള്ളവരുടെ ഒരു ആഭിചാരവും നമുക്ക് കേൾക്കത്തില്ല. പക്ഷെ നിങ്ങൾ ശാഠ്യം കാണിച്ചാല്, നിങ്ങൾ വൈരാഗ്യം നിങ്ങളുടെ ഉള്ളിൽ വെച്ചിരുന്നാല്, നിങ്ങളുടെ കയ്പ് നിങ്ങളുടെ ഉള്ളിൽ വെച്ചിരുന്നാല്, മത്സരബുദ്ധിയോടെ നമ്മൾ പ്രവർത്തിച്ചാല്, താഴ്മയില്ലാതെ നമ്മൾ നിന്നാല്, ഈ ആഭിചാര ദോഷം ആർക്ക് വരും? തീർച്ചയായിട്ടും നമുക്കുണ്ട്. അതിന്റെ റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടും. ഓക്കെ, അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളതായി തീർന്നു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്ത്, സ്വർഗത്തിൽ ദൈവം തന്നെ താഴ്ത്തിക്കൊണ്ട് ദൈവം എന്ത് ചെയ്ത്? ഉയർത്തി. അവനെ ഉയർത്തി. പലരുടെയും മുമ്പിൽ എന്ത് ചെയ്ത്? യേശു കർത്താവിന് കിട്ടിയത് തുപ്പലാണ്. പലരുടെയും മുമ്പിൽ യേശു കർത്താവിന് കിട്ടിയത് അടിയാണ്. പലരുടെയും മുമ്പിൽ യേശു കർത്താവിന് കിട്ടിയത് തള്ളപ്പെടലാണ്. യേശു കർത്താവിന്റെ കൂടുതൽ ആരുമില്ല, ഒറ്റപ്പെടലായിരുന്നു. പക്ഷെ യേശു കർത്താവിനെ ദൈവം എന്ത് ചെയ്ത്? ഉയർത്തി. പക്ഷെ നിഗളിച്ച ലൂസിഫറിന്റെ ദൈവം എന്ത് ചെയ്ത്? എനിക്ക് ദൈവത്തിന്റെ സിംഹാസനത്തിന് മേലെ കയറണം എന്ന് പറഞ്ഞ് അവൻ പറഞ്ഞില്ല. അവന്റെ ഹൃദയത്തിൽ അവൻ എപ്പോ ചിന്തിച്ചോ ദൈവം അവൻ എന്ത് ചെയ്ത്? താഴ്ത്തി. അതുകൊണ്ട് തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്താനായിട്ട് ദൈവത്തിന്റെ ബലമുള്ള ഭുജത്തിന് കീഴിൽ എന്ത് ചെയ്യണം? താണിരിക്കണം. നമ്മൾ എപ്പോഴും ഓർക്കണം, ഉണർന്നിരിപ്പിൻ, നിർമ്മതരായിരിപ്പിൻ. മതം വേണ്ട നമുക്ക്. കർത്താവേ, എന്നില് മതം ഇളകുന്ന സ്വഭാവമുണ്ട്, അഹങ്കാരം എന്നിലുണ്ട്. നമ്മൾ സമ്മതിക്കുക. ദൈവം നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ സമ്മതിക്കുക. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യും? നമുക്കതിനെ ജയിക്കാനായിട്ട് കൃപ തരും. കർത്താവ് എന്നിലുണ്ടപ്പാ, അസൂയ ഉണ്ട്, കുശുമ്പുണ്ട്, കുന്നായ്മ ഉണ്ട്, എല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ട്. പക്ഷെ എനിക്ക് മുമ്പോട്ട് പോകണ്ട. എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? എനിക്ക് മാറ്റം വേണം. എനിക്ക് ക്രിസ്തുവിൻ്റെ ഭാവത്തെ നീ എനിക്ക് തരണേ അപ്പാ എന്ന് പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെല്ലാവരും സഹായിക്കും.